കഴിഞ്ഞ 2 വർഷമായി താൻ കടന്നുപോയ മോശം അവസ്ഥകളെക്കുറിച്ച് തുറന്നു പറഞ്ഞ് നടി അനുപമ പരമേശ്വർ. 2 വർഷമായി താൻ നാർസിസ്റ്റിക് അബ്യൂസ് നേരിടുകയാണെന്ന് നടി ധന്യ വർമ്മയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അവർ പറഞ്ഞു. നടി ആദ്യമായാണ് പ്രണയത്തെയും പ്രണയത്തകർച്ചയെയും കുറിച്ച് തുറന്നു പറയുന്നത്. താൻ പ്രണയിച്ച വ്യക്തി വിക്രം സിനിമയായ അന്യനിലെ കഥാപാത്രത്തെ പോലെയായിരുന്നുവെന്ന് നടി പറയുന്നു. അയാൾ ചിലപ്പോൾ റെമോയെ പോലെയും മറ്റു ചിലപ്പോൾ അന്യനെ പോലെയും പെരുമാറി. പരിചയപ്പെട്ട് 3 മാസത്തിനുള്ളിൽ തന്നെ വിവാഹ നിശ്ചയമെന്ന ആവശ്യം അയാളും കുടുംബവും ഉന്നയിക്കാൻ തുടങ്ങി. നിയന്ത്രണങ്ങൾ പരിധി വിട്ടപ്പോൾ താൻ തന്നെയാണ് ബന്ധം വേണ്ടെന്ന് വെച്ചതെന്നും നടി അഭിമുഖത്തിൽ പറഞ്ഞു. അനുപമയും വിക്രമിന്റെ മകനായ ധ്രുവ് വിക്രമും പ്രണയത്തിലാണെന്ന് അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇത് സ്ഥിരീകരിക്കാൻ ഇരുവരും തയ്യാറായിരുന്നില്ല. ഇവർ ഒന്നിച്ചുള്ള ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. ഇതിനെല്ലാം പിന്നാലെയാണ് താൻ പ്രണയ തകർച്ചയിലൂടെ കടന്നുപോകുകയാണെന്ന് നടി പറയുന്നത്. ഒറ്റ രാത്രി കൊണ്ടല്ല അതുണ്ടായതെന്ന് അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ച ഇൻസ്റ്റഗ്രാം പോസ്റ്റിനെ കുറിച്ച് അനുപമ അഭിമുഖത്തിൽ പറഞ്ഞു. പോസ്റ്റിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. 2 വർഷത്തെ ശാരീരികവും വൈകാരികവുമായ യാതനകളും തകർച്ചകളും അതിന് പിന്നിലുണ്ട്. കഴിഞ്ഞ 2 വർഷമായി ഞാൻ നാർസിസ്റ്റിക് അബ്യൂസിലൂടെയാണ് കടന്നുപോയതെന്ന് നടി വ്യക്തമാക്കി. അന്ന് ഞാൻ മഞ്ഞ ഉടുപ്പിട്ട ഫോട്ടോയ്ക്ക് പകരം എൻ്റെ ഒരു പടമിട്ടിട്ട് റെസ്റ്റ് ഇൻ പീസ് അനുപമ, ഇവർ ആത്മഹത്യ ചെയ്തു എന്നായിരുന്നെങ്കിൽ എനിക്കിന്ന് ഒരുപാട് സ്നേഹം കിട്ടിയേനെ, ഒരുപാട് ചർച്ചകൾ നടന്നേനെ. ബ്രേക്കപ്പ് എന്ന് പുറം ലോകം അറിഞ്ഞിട്ട് 1 മാസത്തിലേറെയായി. കുടുംബവും സുഹൃത്തുക്കളും ഒപ്പമുള്ള സ്റ്റാഫും ഉൾപ്പെടെ എല്ലാവർക്കും ആ ബന്ധം എനിക്ക് ചേർന്നതല്ലെന്ന് ബോധ്യമുണ്ടായിരുന്നു. അവർ എന്നിൽ നിന്നും മാറ്റം കണ്ടു. ഞാൻ ഒതുങ്ങിക്കൂടുന്നതായി അവർ മനസ്സിലാക്കി. അനുപമ പറയുന്നു. പരിചയപ്പെട്ട് 3 മാസത്തിനുള്ളിൽ അയാൾ എൻഗേജ്മെന്റിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. എവിടെ നടത്തണം, എത്ര പേർ പങ്കെടുക്കണമെന്ന് കുടുംബം ചോദിക്കാൻ തുടങ്ങി. എന്നെ ഗോൾഡ് ഡിഗർ എന്ന് വിളിക്കുന്നവരോട് എൻഗേജ്മെന്റ് എന്ന ആവശ്യം ഞാൻ വേണ്ടെന്ന് വെച്ചില്ലായിരുന്നെങ്കിൽ അയാളുമായുള്ള വിവാഹം ഡിവോഴ്സിൽ കലാശിച്ചേനെ. എൻഗേജ്മെന്റ് വേണ്ടെന്ന് ഞാനാണ് തീരുമാനിച്ചത്. അവർ ചോദിക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടി സമയം വേണമെന്ന് ആവശ്യപ്പെട്ടു. അവർ പറയുന്നു. അയാളോട് സംസാരിക്കേണ്ട കാര്യങ്ങൾ മനസ്സിൽ റിഹേഴ്സ് ചെയ്യേണ്ടി വന്നു. ഇക്കാര്യം പറഞ്ഞാൽ എന്താവും മറുപടിയെന്ന് മുൻകൂട്ടി ആലോചിക്കേണ്ടി വന്നു. ഇതിനിടയിൽ അയാൾ എൻ്റെ കുടുംബത്തോടൊപ്പം, ഞാൻ അയാളുടെ കുടുംബത്തോടൊപ്പം താമസിക്കാൻ ഉൾപ്പെടെ തുടങ്ങിയിരുന്നു. ഒന്നിച്ചു ജീവിക്കാൻ പോകുന്നത് ഇയാൾക്കൊപ്പമാണെന്ന് തീരുമാനിക്കുമ്പോഴാണ് അയാളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നിട്ടുണ്ടാവും. നിയന്ത്രണങ്ങൾ നേരിട്ടാവും നടി വെളിപ്പെടുത്തി. എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയമായിരുന്നു ഡ്രാഗൺ എന്ന ചിത്രം. എന്തുകൊണ്ടാണ് ഞാൻ അതിൻ്റെ പ്രമോഷന് വരാതിരുന്നത്? ഒരുപാട് ചിത്രങ്ങൾ വേണ്ടെന്ന് വെച്ചു. ജോലിയിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും നിയന്ത്രിക്കാൻ തുടങ്ങി. അനുപമ തുറന്നു പറഞ്ഞു. ഒരു അന്യനൊപ്പം ജീവിക്കുന്നത് പോലെയായിരുന്നു. ചില ദിവസങ്ങളിൽ അയാൾ റെമോ ആയിരിക്കും. ഇത്രയും നല്ലൊരാളെ ജീവിതത്തിൽ കിട്ടാൻ എത്ര ഭാഗ്യവതിയാണ് നിങ്ങളെന്ന് തോന്നും. അടുത്ത ദിവസം അയാൾ അന്യനായിരിക്കും. ഏറ്റവും ക്രൂരമായി പെരുമാറും. അടുത്ത ദിവസം അയാൾ നിങ്ങളോട് ക്ഷമ ചോദിക്കും, യാചിക്കും, ആവർത്തിക്കില്ലെന്ന് ആണയിടും, കുട്ടികളെ പോലെ കരയും. ഇതിങ്ങനെ ആവർത്തിക്കും. അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന ആൾ തന്നെയായിരിക്കും ആശ്വാസം തരുന്നതും. ലഹരി ഉപയോഗം പോലെയാണ്. ആ ആളില്ലാതെ പറ്റില്ല എന്ന അവസ്ഥയിലെത്തിക്കും. നമ്മളുമായി ഒരു ബന്ധമില്ലാത്ത കാര്യത്തിൽ പോലും തെറ്റ് നമുക്കായിരിക്കും, അവർ കൂട്ടിച്ചേർത്തു.